ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു അനൗൺസ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മളുടെ LDC 2027 റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കുറച്ചധികം പേര് ഇതിന് വേണ്ടിയിട്ടൊരു ബാച്ച് തുടങ്ങാമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസോ 10th പ്രിലിംസോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടാകും. കൃത്യമായി പഠിച്ച് നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കഴിഞ്ഞ തവണത്തെ LDC വിട്ടുപോയവരും ഉണ്ടാകും അല്ലേ. ആ ഒരു കട്ട് ഓഫ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഠനം ഒരു ഫുൾ 100% സാറ്റിസ്ഫാക്ഷൻ നേടിയിട്ട് എല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെല്ലാം ഒരു ഹറിബറി ആയിട്ട് അയ്യോ ഇത്രയ്ക്കുള്ളിൽ എക്സാം വരില്ലേ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കണ്ടേ എന്നുള്ള കുറേയധികം മനസ്സിൽ കാര്യങ്ങളുണ്ടാകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് റിവിഷനുള്ള ടൈം കൃത്യമായിട്ട് കിട്ടും. കാരണം ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളുടെ മെമ്മറി പവർ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. LDCD ഒക്കെ കഴിഞ്ഞ തവണത്തെ എഴുതിയവരാണെങ്കിൽ ഇനി പുതുതായിട്ട് എഴുതാൻ പോകുന്നവരുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, കുറേയധികം കാര്യങ്ങൾ നമുക്ക് LDC ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. കുറച്ച് ഡെപ്തിൽ തന്നെ പഠിക്കേണ്ടതുണ്ട് അല്ലേ. ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, കേരള ഗവേണൻസ് പോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇതിലുള്ള എക്സ്ട്രാ കാര്യങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഏതൊരു പഠനത്തിനും ആദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലോട്ട് തന്നെ എത്താൻ പറ്റും. വെറുതെ റാങ്ക് ലിസ്റ്റിലോട്ടല്ല, ടോപ്പ് റാങ്കിലോട്ട് തന്നെ എത്താൻ പറ്റും. നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ റിസോഴ്സസ് ഉണ്ടാകും. നമ്മൾ കുറേയധികം ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാവും. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, വെറുതെ വായിച്ചു വിടലല്ല, പകരം നമ്മളുടെ മൈൻഡിലോട്ട് അത് ഇരുത്തണ്ടേ. ആ പഠനമാണ് കൃത്യമായിട്ട് നടത്തേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാര്യവും എളുപ്പമാകും. ഓരോ ദിവസവും ഇത്ര വെച്ച് പഠിച്ചു പോകുക. അതിനെ കൃത്യമായി നിങ്ങൾ ട്രാക്ക് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, അന്നന്ന് പഠിച്ചു പോകുന്നത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കണം. അതിന് അന്നന്ന് പഠിച്ചതിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ പരിശീലിക്കണം, അന്ന് തന്നെ പരിശീലിക്കണം. എന്നാലേ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് അതിനെ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിലൂടെ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് കൺസിസ്റ്റൻസി തീർച്ചയായിട്ടും കീപ്പ് ചെയ്യാൻ പറ്റണം. ഒരു സാധനത്തിന് പഠിക്കാൻ ഇറങ്ങി പിന്നീട് അത് വല്ലപ്പോഴും പഠിക്കുന്ന ഒരു രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളിനി എത്ര വലിയ സ്വപ്നമാണെങ്കിലും അത് നേടാൻ ഉള്ള സമയം കൂടി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം എന്താ, നമ്മളതിനെ വേണ്ട രീതിയിൽ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു സ്വയം ബോധം നമുക്ക് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്യണം. വേറെ ആരും എക്സ്റ്റേണലി വന്ന് പുഷ് ചെയ്യാൻ നിൽക്കാൻ അനുവദിക്കരുത്. പകരം നമ്മൾ തന്നെ സ്വയം പറയണം. നമ്മൾ തന്നെ ഉഴപ്പിയാൽ നമുക്ക് തന്നെയല്ലേ നഷ്ടം. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ പുഷ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന ദിവസം ചെയ്തിരിക്കണം എന്നുള്ളൊരു മസ്റ്റ് ഫാക്ടർ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ തന്നെ വച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞത്തെ കട്ട് ഓഫൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റുന്നതാണ് അതൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് സാധിച്ചില്ല. എന്തുകൊണ്ടാണ്, നമ്മൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. എവിടേക്കോ നമ്മളുടെ ആ ഒരു പഠിത്തത്തിൻ്റെ ഒരു ബാലൻസ് വിട്ടുപോയി അല്ലേ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു തവണത്തെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യണം. അത് 2027 ജനുവരിയിൽ കൊണ്ടുപോയി തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല, നേരത്തെ തുടങ്ങണം. കാരണം നിങ്ങൾക്കറിയാലോ, ഏജ് കൂട്ടിയിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ളത്. സ്വാഭാവികമായിട്ട് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും, നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരുപടി മുന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർ, അല്ലെങ്കിൽ പ്രിലിംസ് മെയിൻസ് എഴുതുന്നവരാണെങ്കിലും 10th പ്രിലിംസ് എഴുതുന്നവരാണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മെയിനായിട്ട് ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. LDC എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെയിൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻസ് എക്സാമിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. ഇനി പ്രോപ്പറായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അതിനുള്ളത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് LDC ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നേരത്തെ തന്നെ തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ആ ഒരു നമ്മളുടെ എല്ലാ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളും ഒപ്പം ആ ഒരു എൻ്റർടൈൻമെൻറ്റും പ്ലസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങ് അറ്റത്തോട്ട് ആ ഒരു എക്സാമിൻ്റെ ആ ഒരു ടൈമിലോട്ട് നോട്ടിഫിക്കേഷൻ എത്തി ആ ഒരു ടൈമിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇത് മാത്രമായി തീരേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ആ ഒരു ടൈമുണ്ട്, നമുക്ക് എത്ര നമ്പർ ഓഫ് റിവിഷനും ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ LDCയുടെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ആസ്പിറേഷൻസ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ബെറ്റർമെൻറ്റ്, നമ്മുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് ആഫ്റ്റർ ഓൾ നമ്മുടെ ഹാപ്പിനെസ്, ഇത് ഏറ്റവും കൂടുതൽ അറിയുന്നതും അതെല്ലാം നന്നായി വരണമെന്ന് കൃത്യമായി ആഗ്രഹിക്കുന്നതും
ആരായിരിക്കും? ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ആദ്യം പറയുക നമ്മുടെ പാരന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും, നമ്മുടെ വെൽ വിഷേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ബട്ട് നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതെല്ലാം കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും അതറിഞ്ഞ് ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ നീതി അതാണ്. അധികം സമയം പാഴാക്കാതെ നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്നറിഞ്ഞ് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ജോലി നേടണം എന്ന കൃത്യമായ സ്വപ്നവും അതുപോലെ തന്നെ ലക്ഷ്യബോധവും ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനു വേണ്ടി എന്തൊക്കെ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് ചെയ്യുക. എത്രത്തോളം അത് എടുക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ എടുക്കണം. നിങ്ങൾ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കുറേയധികം യൂട്യൂബ് വീഡിയോസിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ആ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. ഓക്കെ, അങ്ങനെയാണ് അത് സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പല കാര്യങ്ങളിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, അതൊക്കെ നിങ്ങളുടെ അൾട്ടിമേറ്റ് വിക്ടറിയുടെ ആ ഒരു സ്വീറ്റ്നെസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ പല ന്യൂ സ്കിൽസും ഉണ്ടല്ലോ, നിങ്ങൾ അൺലോക്ക് ചെയ്യുന്നത് എപ്പോഴായിരിക്കും അറിയോ? നിങ്ങൾ പരാജയപ്പെടുമ്പോഴായിരിക്കും. അങ്ങനെയല്ലേ? നമ്മൾ അതുവരെ പലതും അറിയാതിരുന്ന നമ്മുടെ ഹിഡൻ ടാലൻസ് ഒക്കെ പുറത്തോട്ട് വരുന്നത് ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അതായിരിക്കും മേ ബി നിങ്ങളുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. സോ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ആദ്യം മുന്നിട്ടിറങ്ങേണ്ടതും സ്വയം അതിനുവേണ്ടി നിങ്ങളെ പുഷ് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അവിടെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യണം എന്നുള്ള ആ ഒരു നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമ്മളാണ് നമ്മളുടെ ആ ഒരു കാര്യം കൃത്യമായി ചെയ്യേണ്ടത്. ആഫ്റ്റർ ഓൾ നിങ്ങൾ വിചാരിക്കാത്തിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേറെ ആർക്കും പറ്റില്ല. ഓക്കെ, രോഗം അറിഞ്ഞാലേ ഒരു രോഗിയെ ചികിത്സിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പലതും നേടാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് നിങ്ങൾ തിരുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്വപ്ന ജോലി നേടാനുള്ള പഠനത്തിൽ നിങ്ങളുടെ ആ ഒരു യാത്രയിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാത്തതാണ് എങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിസിറ്റി കൊണ്ടുവരാൻ പറ്റാത്തതാണ് പ്രശ്നമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും, എന്താണ് നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ കംപ്ലീറ്റ് ജോയിൻ ചെയ്ത് പഠിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? ഒരൊറ്റ കാര്യം പറയട്ടെ, കിട്ടാം, കിട്ടാതിരിക്കാം. ഉറപ്പായും കിട്ടും എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പിള്ളേർക്കും ജോലി കിട്ടണം, ശരിയല്ലേ? അപ്പം നമ്മളും കൂടെ അവിടെ മനസ്സ് വെക്കണം, മാക്സിമം എഫേർട്ട് എടുക്കണം. ഇനിയിപ്പോൾ മാക്സിമം എഫേർട്ട് എടുത്താലും ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, നമ്മൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ സക്സസ് എളുപ്പത്തിൽ നമ്മുടെ കൈ വന്ന് വീണമെന്നൊന്നുമില്ല. അവിടെ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടിയുണ്ട്. ഓക്കെ, ഒരു 1% എങ്കിലും ആ ലക്കായിരിക്കും നമ്മുടെ ലൈഫിലെ ബാക്കി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ എടുക്കേണ്ട എഫേർട്ടുകളുണ്ട്. ഓക്കെ, നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കാര്യം കൃത്യമായി ചെയ്യുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ബാക്കിയെല്ലാം വരുന്ന പോലെ വരട്ടെ, ദൈവം തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. അങ്ങനെ ഒരു ടേക്ക് ഇറ്റ് ഈസി ആറ്റിറ്റ്യൂഡിൽ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ആ ഒരു ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൃത്യമായ അളവിൽ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഭക്ഷണം കഴിച്ചാലല്ലേ നമുക്ക് ആരോഗ്യം ലഭിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്വപ്നത്തിന് വേണ്ടിയുള്ള നമ്മളുടെ പ്രയത്നവും. കൃത്യമായി എന്തൊക്കെ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഓക്കെ, അത് വേറൊരാൾക്കും ചെയ്യാൻ കഴിയില്ല. എന്ത് മാറ്റമാണ് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരേണ്ടത് എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നമ്മളാണ്. നമ്മളെക്കാളും എത്രയോ മടങ്ങ് എഫേർട്ട് ഇടുന്ന എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവർ പല കാര്യങ്ങളിലും പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരായിരിക്കും. പക്ഷേ അവരുടെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിരിക്കും, അറിയോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ ഡിറ്റർമിനേഷൻ സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ആണ്, അല്ല എന്നല്ല. പക്ഷേ അവർ അതിനു വേണ്ടി എടുത്ത ഡിസിഷൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അവർക്ക് ഒറ്റ ഡിസിഷൻ ഉണ്ടായിരുന്നുള്ളൂ, അത് ക്ലിയർ ആയിരുന്നു. അവരുടെ സ്ട്രാറ്റജീസ് എല്ലാം ക്രിസ്പ് ആയിരുന്നു, ഷാർപ്പായിരുന്നു. അതിനുവേണ്ടി അവര് ഓരോ നിമിഷവും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ചെസ്സിലെ കരുക്കൾ നീക്കുന്ന പോലെ നീക്കി. അതാണ് കാര്യം. സോ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി പ്രവർത്തിക്കുക. ഒരു ഗവൺമെന്റ് ജോബാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനുവേണ്ടി സമയോചിതമായ ഡിസിഷൻസ് എടുക്കുക. വെറുതെ ടൈം ഡിലേ വരുത്താതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് ആണോ വേണ്ടത് അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ സംഭവിച്ചതെല്ലാം നല്ല ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. കാരണം നമുക്ക് വേണ്ടി നമ്മൾക്കാണ് ഏറ്റവും നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റുക. ഓക്കെ, സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് സ്റ്റഡി ഹാർഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ LDC 2027 എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടി എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. നിങ്ങളിതിൽ കാണുന്ന പോലെ 5 തൊട്ട് 10 വരെയുള്ള കംപ്ലീറ്റ് SCERT പാഠഭാഗങ്ങൾ സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും കംപ്ലീറ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് SCERT ക്ലാസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട്.
നിങ്ങൾ ഇതുവരെയുള്ള LDC ആണെങ്കിലും ഇനി 10th ലെവലിലുള്ള ഏത് എക്സാം ആണെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. SCERT പാഠഭാഗങ്ങളിൽ നിന്ന് ധാരാളമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വെറുതെ ആ SCERT ക്ലാസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുകയല്ല, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട കാര്യങ്ങൾ എക്സ്ട്രാ ഫാക്ട്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും കൂടി ആയിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ PYQ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഓൾമോസ്റ്റ് എന്താണ് ഏതൊക്കെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുക. നിങ്ങൾ ഇനി അങ്ങോട്ട് ഇതിലുള്ള സയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ ജസ്റ്റ് മിയർ ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ വരെയുണ്ട്. കേവലം നിങ്ങൾക്ക് ഈ പറയുന്ന LDC ആണെങ്കിലും 10th ലെവൽ ഏതാണെങ്കിലും SCERT പാഠഭാഗങ്ങൾ അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഡിഗ്രി മെയിൻസിന് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ഇതിൽ നിന്ന് 5ാം ക്ലാസ്സിലെ പാഠത്തിൽ നിന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് അതിനുണ്ട്. കുറേയധികം കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ അഡീഷണൽ ഫാക്ട്സ് എന്നുള്ള രീതിയിൽ എടുത്തു പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 5 ആണെങ്കിലും 6 ആണെങ്കിലും നമുക്ക് അത്രത്തോളം ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും. അത്രത്തോളം വിഷയങ്ങൾ അതിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളൊരു ടെക്സ്റ്റ് കണ്ടുപഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കാര്യങ്ങൾ ഓരോ മേഖല റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സംഭവങ്ങളും നമ്മളിപ്പോൾ ഒരു ബുക്കിൽ തന്നെ എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ ഒരേ പാറ്റേണിലുള്ള പേജുകൾ ഒരേപോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഈ ഇമേജസ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതേസമയം നമ്മളൊരു ടെക്സ്റ്റിലെ ഓരോ പാഠഭാഗം റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ്, ഇപ്പോൾ ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ മാപ്പുകൾ, ഇതൊക്കെ കണ്ടു പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം കാണുമ്പോൾ ആ മാപ്പും ആ ഒരു പേജിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കിട്ടാൻ എളുപ്പമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ SCERT ചാപ്റ്റേഴ്സ് മസ്റ്റാണ്. അത് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചെടുക്കണം എന്നുള്ളത്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. LDCക്ക് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സ് കൺസേൺഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കാൻ പാകത്തിനുള്ള കുറേയധികം കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, PYQs നോക്കിയിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ അസസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ എടുത്തു പോകുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു LDC 2027 ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ SCERT ക്ലാസ് കംപ്ലീറ്റ് കിട്ടും. പിന്നെ ഒരു പ്രോപ്പർ ഡെയിലി സ്റ്റഡി പ്ലാൻ, ഇത്ര സബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അത്രയും സബ്ജക്റ്റിൽ നിന്ന് അത്രയും പോർഷൻസ് ഒരു ദിവസം പഠിക്കണമെന്ന് നിങ്ങളോട് പറയും. അതനുസരിച്ച് നിങ്ങൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അന്നത്തെ ദിവസം ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു ക്വിസ് മോഡിലുള്ള ടെസ്റ്റുകളാണ്. അതായത് നിങ്ങൾക്കൊരു സ്പെസിഫിക് ടൈമിനുള്ളിൽ നിങ്ങളത് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ആൻസേഴ്സ് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് ചെയ്യുന്നത് നമ്മുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള, ഫാക്ച്വൽ ആയിട്ടുള്ള, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഈ ടെസ്റ്റിൽ കാണാൻ പറ്റും. നമ്മൾ ഓരോ ഏരിയാസ്, ഓരോ സബ്ജക്റ്റിലെ ഓരോ ഏരിയ വെച്ചിട്ടുള്ളത് ഓരോ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഏത് സിലബസിൻ്റെ ഏത് മുക്കിൽ നിന്ന് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. സോ ഡെയിലി സ്റ്റഡി പ്ലാൻ വിത്ത് ഡെയിലി ടെസ്റ്റ് മസ്റ്റാണ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് അപ്പോൾ അത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ്ഡ് ആകും. അത്രത്തോളം ഏരിയാസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. സിലബസിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 90% എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കവേർഡ് ആകും. ഓക്കെ, അത് നിങ്ങൾ തന്നെയാണ് പഠിക്കുന്നത് ആ ഡെയിലി സ്റ്റഡി പ്ലാനിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഒക്കെ ഉണ്ട്. ഇന്നത്തെ ഈ ഒരു ടെക്നോളജി യുഗത്തിൽ നമുക്ക് റിസോഴ്സസ് കിട്ടാൻ അത്ര വലിയ പാടൊന്നുമില്ല. നമ്മുടെ പ്രശ്നം നമുക്ക് കൃത്യതയോടുകൂടി ഓരോ ദിവസം പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എങ്ങനെ പഠിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി അല്ലാതെ ഉള്ളവരുണ്ടാകാം. ഓക്കെ, എല്ലാവരും ഇപ്പോൾ ബേസായിട്ടുള്ളവർക്ക്, ഇപ്പോൾ ബേസ് ഒട്ടുമില്ലാത്തവരും ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് SCERT തന്നെയാണ്. ഓക്കെ, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. SCERT പഠിച്ച് പിന്നീട് അങ്ങനെ ബിൽഡ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഏറ്റവും വേണ്ട കാര്യം എന്താണ്, കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇതിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട്. പിന്നെ ഫുൾ PYQ മാർക്ക്ഡ് PDF ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് LDC റിലേറ്റഡ് ആയിട്ട് ഇതുവരെ 21 മുതൽ 25 വരെ എത്രയൊക്കെ ഇതിൽ പേപ്പേഴ്സ് നടന്നോ കംപ്ലീറ്റ് LDCയുടെ സോർട്ട് ചെയ്തിട്ടുള്ള PYQ മാർക്ക്ഡ് PDF ആൻസേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അത് നോക്കി എങ്ങനെയാണ് എന്താണെന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചില സ്പെഷ്യൽ ടോപ്പിക്സിൽ ലൈക്ക് നമ്മുടെ ആക്ട് പോലത്തെ കാര്യങ്ങളാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നോട്ട് പോലത്തെ കേട്ടോ. അതായത് നമുക്കിപ്പോൾ ചില ആക്റ്റുകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ പലപ്പോഴും ഈ ഇതൊക്കെ പഠിക്കുന്നവർക്ക് ഈ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. കാരണം സെക്ഷനുകളുണ്ട്, അതൊക്കെ വെച്ചിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പറയുന്ന ആക്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് നോട്ടായിട്ട് തരാമെന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ആ ഒരു എക്സാമിനോട് അടുക്കുമ്പോൾ നമുക്ക് റിവിഷൻ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജൂണിലാണ് ഇപ്പോൾ ഞാൻ ക്ലാസ്സസ് തുടങ്ങാം, അല്ലെങ്കിൽ എന്താ പറയുക, SCERT ക്ലാസ് പുതിയ ബാച്ച് എന്നുള്ള രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ളത് LDC 2027 വേണ്ടിയിട്ട് കേട്ടോ. സോ ദാറ്റ് നിങ്ങൾക്ക് മാക്സിമം ടൈം കിട്ടും, എക്സാം വരെ വാലിഡിറ്റി കിട്ടും. അടുത്ത വർഷമാണ് എക്സാം വരെ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര ടൈംസ് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം ക്വസ്റ്റൻസ്, എത്ര ടൈംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സസ് കേൾക്കാം.
ഓക്കെ. അപ്പോൾ ഇത് ജൂണിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട് എങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ളതിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം, എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഒരൊറ്റ കാര്യം, ഇത് എന്താണ് ഇതിൻ്റെ ഇപ്പോൾ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജസ്റ്റ് ഈ പേര് ടൈപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എത്രയാണ് ഇതിൻ്റെ സംഭവങ്ങൾ എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 10th പ്രിലിംസ് കൺസേൺഡ് ആയിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കാരണം എക്സാം എടുത്തു, 1st 2nd 3rd സ്റ്റേജസ് ഒക്കെ ആയിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ പറയാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.